കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിവാദ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തു. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി എന്നറിയുന്നു. മന്ത്രി അറസ്റ്റ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശ് ജബൽപൂർ ഹൈക്കോടതി മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകിയത്. അതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഭാരതീയ ശിക്ഷാ നിയമത്തിലെ 152, 196, 197 വകുപ്പുകൾ ചേർത്താണ് വിജയ് ഷായ്ക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. വിജയ് ഷായ്ക്കെതിരെ വ്യാപക പ്രതിഷേധം രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളിൽ നടക്കം ഉയർന്നതോടെയാണ് നേരത്തെ കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. മന്ത്രിയുടെ പരാമർശങ്ങൾ നിന്ദ്യവും സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ളതുമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരുന്നത്. മധ്യപ്രദേശിലെ ഗോത്രകാര്യ മന്ത്രിയാണ് വിജയ് ഷാ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒരു സാംസ്കാരിക പരിപാടി ഇൻഡോറിൽ നടന്ന ഒരു സാംസ്കാരിക പരിപാടിയിൽ വെച്ച് കേണൽ സോഫിയ ഖുറേഷിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പരാമർശം നടത്തിയത്. പാക് ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം അയച്ചു. അവരുടെ സഹോദരി കൊണ്ട് തന്നെ മോദിജി ഇത് പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചു, ഭീകരർ ഒരു പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന പരാമർശം. കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ ഈ പ്രസ്താവന പിന്നീട് കോൺഗ്രസ് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും അത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തു. കേന്ദ്ര ശിശു വികസന സഹമന്ത്രിയും MLAയും ക്യാബിനറ്റ് മന്ത്രി അടക്കമുള്ളവർ ഈ വേദിയിൽ ഇരിക്കുകയായിരുന്നു മന്ത്രിയുടെ ഈ വിവാദ പ്രസംഗം. തുടർന്ന് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം ഈ പ്രസംഗത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ എന്തായാലും മന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മന്ത്രിയെ പുറത്താക്കണമെന്നും BJPയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്.